നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ലോകമാന്യ തിലക് അവാർഡ് ദാന ചടങ്ങിനിടയിൽ അജിത് ഡോവൽ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങൾ പലരും ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നു. ഇത് അറിവുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അജിത് ഡോവൽ ഈ CJP സമരവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ അത്യധികം ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടതാണ്. ഒപ്പം അദ്ദേഹം മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ല, അത് രാജ്യത്തിന് വെല്ലുവിളിയാകാൻ പാടില്ല എന്ന്. എന്തു തോന്നുന്നു സാർ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ? രണ്ട് കാര്യമുണ്ട്. അതിലൊന്ന്, ഈ ബാൽ ഗംഗാധര തിലകിൻ്റെ പിന്നെ ചടങ്ങിൽ ആ സെമിനാറിലല്ലേ പങ്കെടുക്കുന്നത്? അതെ. എന്ത് സെമിനാറായിരുന്നു? ബാൽ ഗംഗാധര തിലകിൻ്റെ പിന്നെ ചരമ വാർഷികം, അദ്ദേഹത്തിൻ്റെ അവാർഡ് ദാനം, അദ്ദേഹത്തിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് അവാർഡ് ദാനം അല്ലേ? അതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പിംഗ് കണ്ടില്ല. അപ്പോൾ എന്തായാലും ശരി, ഇവിടെ രണ്ട് കാര്യം. ആദ്യത്തെ കാര്യം, ബാൽ ഗംഗാധര തിലകുമായി ബന്ധപ്പെട്ട് ചടങ്ങിലാണല്ലോ, അവാർഡ് ദാന ചടങ്ങിലാണല്ലോ വന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനുള്ള അവാർഡ് ദാന ചടങ്ങിലാണ് വന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാൽ ഗംഗാധര തിലക് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്സ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടും. നിങ്ങളുടെ ആരുടെ ഔദാര്യമൊന്നുമല്ല, ബ്രിട്ടീഷുകാരൻ്റെ ഔദാര്യമല്ല, ഞാൻ നേടിയെടുക്കും. അവിടെ ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരംശമുണ്ടായിരുന്നു. തീർച്ചയായും. ആ അംശത്തെ ഗാന്ധിയൻ സമരം തകർത്ത് കളഞ്ഞതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേരിട്ട ഏറ്റവും വലിയ അപജയം എന്ന് കരുതുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. ഇതെൻ്റെ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. ആർക്കും വിയോജിക്കണമല്ലോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ വ്യക്തിനിഷ്ഠമായൊരു നിരീക്ഷണം മാത്രമാണ്. അവിടാണ് ഞാൻ ബാൽ ഗംഗാധര തിലകിനെ കാണുന്നത്. ബാൽ ഗംഗാധര തിലകും ഗോപാലകൃഷ്ണ ഗോഖലെയും ഉണ്ടായിരുന്നു. രണ്ട് സ്ട്രീമായിരുന്നു. അതിലെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ തിലകിൻ്റെ പേരിൽ, അതായത് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്നും അത് ഞാൻ നേടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ച തിലകിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാര വിതരണ ചടങ്ങിലാണ് അജിത് ഡോവൽ അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നേടിയ സ്വരാജ്യം നിലനിർത്താൻ എനിക്കും ജന്മാവകാശമുണ്ട്, ഇല്ലേ? പാറ്റകളുടെ ദാക്ഷിണ്യത്തിന് ഞാൻ വിട്ടുകൊടുക്കാൻ സൗകര്യമില്ല. പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്നവളെ കൈകാര്യം ചെയ്യാൻ പോലീസുകാരെല്ലാം ഞാൻ തയ്യാറാകും. ഞാൻ സീനിയർ സിറ്റിസണാണ്. ഈ രാജ്യത്തിനെതിരായിട്ട് കലാപം ഉണ്ടാക്കുന്നവനെ നേരിടാൻ പോലീസില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ രക്തസാക്ഷിയായി വരാം. രണ്ടാം സ്വാതന്ത്ര്യ സമരം ഈ പാറ്റകൾക്കെതിരെ, അരാജകവാദികൾക്കെതിരെ നടത്തണമെങ്കിൽ അതിലെ ഒരു ഭടനാകാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിപക്ഷ നേതാവ് പിന്താങ്ങുകയാണ്. അതിന് ആ എങ്ങനെയും രാജ്യം നശിച്ചാലും വേണ്ടില്ല, അതിലൂടെ എനിക്ക് അധികാരം നേടിയെടുക്കണം എന്ന ഒരു സ്വപ്നം. ഇത് ഇവർ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലഗംഗാധര തിലകിനെ പറയാതെ നമുക്കിതിലേക്ക് കടക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വത്വത്തെ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഈ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ അതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഈ 1890 വരെ അവരിവിടെ ബ്രിട്ടീഷുകാർ നിലനിൽക്കണം എന്നാഗ്രഹിച്ച ബ്രിട്ടീഷ് മെൻഡിക്കൻസിയുടെ ദയാവായ്പിന് മുന്നിൽ തല ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. നേരെ മറിച്ച് തിലകനിലേക്ക് എത്തിയപ്പോൾ അത് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ മുൻ നിർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ സംസ്കാരത്തിന് മുന്നിൽ വളരെ തുച്ഛമായി മാത്രം പഴക്കമുള്ള ഒരു സംസ്കാരം, അത് അത്രത്തോളം തന്നെ വിശാലമല്ലാത്തൊരു സംസ്കാരം, അതിന് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങണമോ എന്ന് ചോദ്യം ഇന്ത്യൻ ജനതയുടെ മുഖത്ത് നോക്കി ചോദിച്ച ഒരു ധീരദേശാഭിമാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ ഇത് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യം തന്നെ. അതാണ് എൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെന്റ്. വേറൊരു കാര്യം കൂടെ. ഇവിടെ ഈ സ്വാതന്ത്ര്യം മുഴുവൻ അഹിംസയിൽ നടന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാനുള്ള അവസാന ഏറ്റവും പെട്ടെന്നുള്ള ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ക്ലെമന്റ് അറ്റ്ലി, അദ്ദേഹം ആയിരുന്നല്ലോ അന്നത്തെ ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ബംഗാളിലെത്തിയപ്പോൾ, അദ്ദേഹം പ്രധാനമന്ത്രി പദവിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ്, അദ്ദേഹം ബംഗാളിലെ ഗവർണർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. അവിടെ എത്തിയതാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, പത്രക്കാർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഓൺലി ബിക്കോസ് ഓഫ് റോയൽ ഇന്ത്യ നേവിയുടെ കലാപമാണ്, അതായത് നേവൽ മ്യൂട്ടിനി. ദാറ്റ് വാസ് ദ കോസ്. നേവൽ മ്യൂട്ടിനിയാണ് സ്വാതന്ത്ര്യം തരാൻ പെട്ടെന്ന് ബ്രിട്ടീഷുകാരനെ പ്രേരിപ്പിച്ചത്. ചർച്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം തരാൻ എതിരായിരുന്നു, അല്ലാതെ ദണ്ഡിയിൽ ഉപ്പുണ്ടാക്കിയത് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചെങ്കിലും അതൊന്നും അല്ലെന്നുള്ള കാര്യം ചരിത്ര വിദ്യാർത്ഥിയായി എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട്. ഞാൻ പഠിച്ച പുസ്തകത്തിൽ പറഞ്ഞത് കള്ളമാണ്. അച്ഛൻ മൂക്ക് എഴുതിയ കത്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ വന്ന കാര്യം, അജിത് ഡോവൽ ആ ചരിത്ര പശ്ചാത്തലത്തേക്ക് പോകും. ഇവിടെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ല, അതൊരു സത്യമാണ്. അതിൻ്റെ കാര്യം വെച്ചാൽ, ഇന്ന് ഇന്ത്യ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നേരത്തെ ഇന്ദിരാഗാന്ധി മാറി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യക്ക് ഒരു തടസ്സവും വരില്ല.
ഇപ്പോഴത്തെ നരേന്ദ്രമോദി മാറി മാധവറാവ് സിന്ധ്യയോ DK ശിവകുമാറോ, ഇനിയും അതല്ല നമ്മുടെ പിന്നെ ശശി തരൂരോ ആരും വരട്ടെ, എനിക്ക് ഒരാകാംക്ഷയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി വന്നാൽ ഞാൻ ആശങ്കപ്പെടും. എൻ്റെ പാർട്ടിയല്ല പ്രശ്നം. അതിൻ്റെ കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഷീ ജിൻപിങ്ങിൻ്റെയും അസീം മുനീറിൻ്റെയും സാമന്തനായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. സാമന്തനായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു റിസ്ക്കായിട്ട് മാറും. നമ്മുടെ രാജ്യം അമേരിക്കൻ ഇവർക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് അടിയറ വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ മെക്കാളെ പറഞ്ഞതുപോലെയാവും. നിറത്തിലും വർണ്ണത്തിലും ഒരു ഇന്ത്യക്കാരനാണെങ്കിലും ബുദ്ധിയിലും മാനസിക നിലവാരത്തിലും ബ്രിട്ടീഷുകാരനായിരുന്നു. പാശ്ചാത്യനായിരിക്കും എന്ന തരത്തിലുള്ള മാക്കുലയുടെ ഒരു രീതി പോലെ ആയിരിക്കും ഇത്തരത്തിലുള്ള. പിന്നെ നമുക്കൊരു ഭാഗ്യമുള്ള അദ്ദേഹം രൂപത്തിലൊക്കെ അതൊക്കെ ആണെങ്കിലും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ബുദ്ധി ഉള്ളത് കുബുദ്ധിയാണ്, വക്രബുദ്ധിയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലുള്ളത് ഒരു റിസ്ക്കായിട്ടാണ് ഞാൻ കണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ജൻസി കലാപത്തെക്കുറിച്ചുള്ള അജിത് ഡോവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്. ഇപ്പോൾ ജൻസി കലാപം ഡൽഹിയിൽ നടന്നു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ചില അപജയങ്ങളുണ്ടായി. കലാപം അല്ല, അവിടെ ഒരു ബഹളം ഉണ്ടാക്കി, അതൊരു കലാപം തന്നെയായിരുന്നു. രണ്ടാമതിപ്പം നേപ്പാളിൽ ആരംഭിച്ചിരിക്കുകയാണ്. നേപ്പാളിൽ കലാപം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിസ്സാര കാര്യമാണോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് അവരുടെ സമരമുഖം മാറ്റുന്നു. നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവിടെ രാജ്യദ്രോഹികൾ മാത്രമല്ല, രാജ്യസ്നേഹികളുണ്ട്. പാറ്റയെ നേരിടാൻ പോലീസല്ല വേണ്ടത്, പാറ്റയെ നേരിടാൻ പട്ടാളമല്ല വേണ്ടത്. ഒരുപക്ഷെ അരാജകത്വം എന്ന് പറയുമായിരിക്കും. എങ്കിലും ഇത്തരം ആളുകളെ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരും ഗവൺമെൻറ് അടിച്ചമർത്തിയില്ലെങ്കിൽ. തീർച്ചയായും അതിൻ്റെ അലയൊലികൾ കണ്ടു കഴിഞ്ഞു. ഈ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ തെറി വിളിച്ച ആൾക്കാരെ ട്രെയിനിലൊക്കെ നേരിടുന്ന ഒരു അവസ്ഥയെത്തി. രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ പൊതുനിരത്തിൽ നേരിടുന്ന ഒരു അവസ്ഥയെത്തി. അത് വലിയൊരു പ്രശ്നമാണ് സാറ് പറഞ്ഞ. അത് രാജ്യം തന്നെ നേരിടേണ്ടത്. അതാ ഞാൻ പറഞ്ഞു, രാജ്യം സജ്ജമായിരിക്കണം. യുദ്ധത്തിൽ നമുക്കൊരു സംവിധാനം ഉണ്ടല്ലോ. ചൈന ഇന്ത്യ യുദ്ധം 62 നടക്കുമ്പോൾ ആ യുദ്ധത്തിലെ ഘട്ടത്തിൽ വന്നപ്പോൾ NCC കേഡറ്റുകൾക്ക് പോലും പരിശീലനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ സ്കൂളിലെ കൊച്ചു ക്ലാസ്സിലങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും കേഡറ്റുകൾക്ക് പോലും പരിശീലനം കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഒരു ക്രൈസിസ് വന്നല്ലേ വേണം. വിയറ്റ്നാമിൽ യുദ്ധം ചെയ്താരാണ് അമേരിക്ക ഇതിനായിട്ട്? പട്ടാളമല്ലല്ലോ. പട്ടാളമല്ല അവിടെ യുദ്ധം ചെയ്തത്, കർഷകനാണ്, ഗ്രാമീണൻ യുദ്ധം ചെയ്താണ് സ്വാതന്ത്ര്യം നേടി. അതുപോലെ ഗ്രാമീണൻ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ. പാറ്റകളുടെ മുന്നിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അടിയറവാക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഏതൊരു ബൈൻഡ് പുസ്തകം ചെയ്തൊരു കൊച്ചു പുസ്തകമായിട്ട് നടക്കുക. ഇന്ത്യൻ ഭരണഘടനയാണ് ഈ പുസ്തകം നടക്കുന്നത്. അല്ല, ഇടയിൽ ഭരണഘടന താഴെട്ടു. ഈ KC വേണുഗോപാൽ ഭരണഘടന ഇടയ്ക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് തറയിടുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് എന്ത് ബോധം? അയാൾ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്. ആരാണ്ട് എഴുതി കൊടുക്കുന്ന വിട്ടിത്തങ്ങൾ പാർലമെൻറ്റിൽ ഞാൻ ഹരീഷിനോടൊരു കാര്യം ചോദിക്കാം. ഇവിടെ രാഷ്ട്രീയമല്ല ഇത്. ഒരു വ്യക്തി, അപകടകാരിയായ ഒരു വ്യക്തി രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്ക് കോൺഗ്രസിനോട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, KC വേണുഗോപാലിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ശശി തരൂരിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. രാഹുൽ ഗാന്ധിയെ ഞാൻ അഭിപ്രായ വ്യത്യാസത്തോടെ കാണുന്നത് രാഹുൽ ഗാന്ധി ഒരു അപകടകാരിയെ കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ആരാണ്? ഈ അടുത്ത സമയത്ത് ഒരു മഹാന് പാസ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, രാജഗോപാലൻ മണ്ഡലത്തിന്. പിന്നെ ടെലിഗ്രാഫിൻ്റെ പത്രാധിപരൊന്നുമില്ല, അങ്ങനെ അവിടെ കണ്ടിരുന്നാണ്ട് എഴുതാനായിട്ട് പോയി എന്നുള്ള, അല്ലാതെ പത്രാധിപരൊന്നുമല്ല. പ്രധാനപ്പെട്ട റോളുണ്ട് ഒരു താടിക്കാരന്. അപ്പം ഇയാളായിരുന്നല്ലേ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇയാളുടെ പാസ്പോർട്ട് ആരാ? മോദിയാണെന്ന് തടഞ്ഞു വെച്ചത്, സുവേന്ദു അധികാരിയാണ് തടഞ്ഞു വെച്ചത്. എന്നിട്ട് ഇയാളെ വെച്ചിക്കൊണ്ട് വലിയൊരു പത്രങ്ങളിൽ ഇയാളുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ച് ആരയ്യൾ? ഞാൻ പറഞ്ഞത് ഇതെല്ലാം സാമൂഹ്യദ്രോഹികളാണ്. രാജ്യത്തിനെ തകർക്കാൻ, ഡീസ്റ്റബിലൈസ് ചെയ്യാൻ സ്വയം ഒരു ആളാവാൻ നോക്കുകയാണ്. ഈ നമ്മുടെ ബ്രിട്ടാസൊക്കെ ചെയ്ത പോലെ. ബ്രിട്ടാസിനൊക്കെ ഇത്രയ്ക്ക് പാൻ പറ്റും ഒന്നുമില്ല. രാജഗോപാൽ അങ്ങനല്ല. അത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് കളിച്ച് വന്ന ആളാണ്. അപ്പം അവർക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ബ്രിട്ടാസൊക്കെ ഇന്നില്ലെങ്കിൽ നാളെ ഇപ്പോൾ രാജ്യസഭയിൽ നിങ്ങൾ പോകുന്നു, ഇനിയിപ്പോൾ രാജ്യസഭയിലോട്ട് CPM-കാർക്ക് ആരെയും അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ റോൾ അവിടെ കഴിഞ്ഞു. അല്ലെ, സ്വയം ഇങ്ങനെ രാജാവാൻ നോക്കുകയാണ്. ഈ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നേ, ഇങ്ങനെ തടയാൻ നോക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പിന്നെ ഇവരുടെ RSSന്റെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്, 3 പേരാണ്. അല്ല, 3 പേരാണ് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് പിണറായി വിജയൻ്റെ മരുമോൻ മുഹമ്മദ് റിയാസ്. അത് കഴിഞ്ഞാൽ ബ്രിട്ടാസ് ആണെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ബ്രിട്ടാസ് ആരാന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തോലുമില്ല. അവിടെ കണ്ടു വന്നിരിക്കുന്നവർ മദ്രാസിൽ നിന്നുള്ള അല്ലാതെ അവർ ബ്രിട്ടാസിനെ കുറിച്ച് വല്ല ബോധ്യം ഓർക്കുണ്ടോ?
ഞാൻ പറഞ്ഞ് സ്വയം ആളാകാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബ്രിട്ടാസിൻ്റെ ഒരു അഹന്ത, അഹംഭാവം അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ അൺപോപ്പുലറാക്കി മാറ്റുന്നത്. അങ്ങനെയല്ല, വിനയത്തോടെ സംസാരിക്കാനും മാന്യമായി സംസാരിക്കാനും കഴിയണം. മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണെന്നാണ് ബ്രിട്ടാസ് കരുതി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. മറ്റാളുകൾക്കും അത്യാവശ്യം ബുദ്ധിയുണ്ട്, അവരൊക്കെ കേൾക്കുന്നുണ്ട്, അവരൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇത് ബ്രിട്ടാസിന് അറിയത്തില്ല. അത് അദ്ദേഹം ബുദ്ധിമാനാണ്, അതുകൊണ്ടാണ് ബ്രിട്ടാസിന് അറിയാത്തത്. റഹീമിനെ സംബന്ധിച്ചിടത്തോളം അജ്ഞത അനുഗ്രഹമായിട്ട് മാറിയൊരു മഹാഭാഗ്യവാനും. പുള്ളിയെക്കുറിച്ചുള്ള ആളുകൾ എങ്ങനെ തിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് സഹതാപമുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവരൊക്കെയല്ലേ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്നത്. ഇവരൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ ജനാധിപത്യത്തെ എങ്ങോട്ടാണ് അവർക്ക് നയിക്കാൻ കഴിയുന്നതെന്ന് ആലോചിച്ചു. നല്ല ആളുകളെ അയക്കണ്ടേ? CPM ആളുകളില്ലാത്തതുകൊണ്ടോ? നല്ല എത്ര സമർത്ഥന്മാരായി ചിന്തിക്കുന്ന ആളുകൾ പിന്നെ CPIM-ലുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് അവരെയൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയല്ലേ. അവരെയല്ലേ ഇന്ത്യൻ പാർലമെൻറ്റ്, ഇന്ത്യൻ രാജ്യസഭയിലേക്കൊക്കെ അയക്കേണ്ടത്. ഇവരെയൊക്കെയാണോ അയക്കേണ്ടത്? അതൊക്കെയാണ് CPM-ന് പറ്റിയ അപജയം. അതുകൊണ്ടാണ് പാർട്ടി ഒന്നും ഇല്ലാതെ ഭീകരവാദികളെ വളർത്താനും കാരണം. അപ്പോൾ ഇവിടെ പ്രോബ്ലമാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യം ഇങ്ങനെ പോയാൽ അപകടമാകും എന്ന് അജിത് ഡോവൽ പറഞ്ഞത് വളരെയധികം വ്യക്തമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊള്ളാവുന്ന ആളുകൾക്ക് വംശനാശം സംഭവിച്ചിരിക്കുന്നു, അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷി തന്നെ ഒരു വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് വിദേശിയായ ഒരു സ്ത്രീയും അവരുടെ 2 മക്കളും കൂടെ നമ്മുടെ രാജ്യത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അത് വളരെ ഭയാനകമായി. ഒട്ടോവിയ കുത്രോസിയെ പാർലമെന്റിന്റെ ലോഗ് ബുക്കിൽ പോലും രേഖപ്പെടുത്താതെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയ സ്ത്രീയാണ്. അരുൺ നെഹ്റു അത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പിന്നീട് അരുൺ നെഹ്റു പാർലമെന്റ് കണ്ടിട്ടില്ല. അത്തരത്തിൽ വളരെ ഭയാനകമായ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകനും അവരെന്ത് കാര്യവും ചെയ്യാൻ മടിക്കില്ലെന്നാണ്. ഈ സമരത്തിൻ്റെ ഇടയിലാണ് അഫ്സൽ ജർമിന്ദാഹെ തുക്ടാ ഗ്യാങ് ഇറങ്ങി പുറപ്പെട്ടത്. CPM-ന് അവരുടെ പഴയ ഹിസ്റ്ററി അനുസരിച്ച് തന്നെ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ളൊരു ഒരു ആഗ്രഹമുണ്ട്. ഈ അധികാരി തീസിസ് ഒക്കെ ഇന്ത്യയുടെ 16 കഷ്ണമാക്കി മുറിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യൻ ദേശീയതയെ ഒരുമിപ്പിച്ച് നിർത്തി എന്നൊക്കെ അവകാശപ്പെടുന്നവരാണ് ഇപ്പോൾ ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടും അധികാരം നേടിയെടുക്കാൻ ശ്രമം നടത്തുന്നത്. ഇത് ഭയാനകമായൊരു അവസ്ഥ. അല്ല, തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞ അജിത് ഡോവലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഏത് സന്ദർഭത്തിൽ കൊടുത്തു, ആരുടെ ഓർമ്മ പുതുക്കുന്ന സന്ദർഭത്തിൽ കൊടുത്തു, ആരുടെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ കൊടുത്തു എന്നാലോചിക്കുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്, കള്ളം പറയുന്ന മാധ്യമങ്ങളെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. കള്ളം പറയുന്ന മാധ്യമങ്ങളെ, പണം വാങ്ങി സ്വന്തം പിന്നെ ആത്മാഭിമാനവും പേന വിൽക്കുന്ന, പണം വാങ്ങി സ്വന്തം തൂലിക വിൽക്കുന്ന പത്രാധിപന്മാർ, പണം വാങ്ങി സ്വന്തം നാവ് വെക്കുന്ന പിന്നെ TV അവതാരകർ, പേരെടുത്ത് പറയാൻ പറ്റും. ഇവർ പറഞ്ഞാൽ എവിടെയൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ ക്ലിപ്പിങ്സ് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റും. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ അപകടത്തിലേക്ക് എത്തിക്കുക. നരേന്ദ്രമോദി ഭരിക്കുന്നതെങ്കിൽ ഭരിക്കേണ്ട, അത് ജനമാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. പക്ഷേ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹിയായ ഒരു പ്രധാനമന്ത്രിയായിരിക്കണം, രാജ്യസ്നേഹിയായ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കണം എൻ്റെ രാജ്യത്തിനുള്ളത് എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അജിത് ഡോവലിൻ്റെ ഈ പ്രസംഗം വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ കേട്ടത്. പൊതുസമൂഹം കരുതിയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.